നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ.
നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ. ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അങ്ങയ്ക്ക് മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കർത്താവേ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വീശ്വരെ നയിക്കുവാമേ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സബ്ജക്റ്റ് റോമ 4:20. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ നമ്മളവിടെ കണ്ടത് വിശ്വാസം എന്നുള്ളത് അനുനിമിഷം അനുദിനം ശക്തി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണത്? റോമ 4:20 എന്താണ് പറയണത്? അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വത്തെ അടിയറവ് വെക്കുകയാണ് ചെയ്യണം സാധാരണ. അല്ല യേശുവേ സ്വസ്ത്രം യേശുവേ സൂസ്ത്രം യേശുവേ സ്വസ്ത്രം എന്ന് പറയണതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എപ്പോഴായാലും നമ്മുടെ മഹത്വത്തിന് മങ്ങലേൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ അന്തസ്സത്ത എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ? മക്കളില്ലാത്തത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ നമ്മുടെ മഹത്വത്തിന് ഒരു മങ്ങലില്ല അവിടെ. മക്കളില്ലാത്തവരാണ് ആൾക്കാർ വിളിക്കും മച്ചിയാണ്. മക്കളില്ലാത്തവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എത്ര കുടുംബങ്ങളിലാണെന്നറിയാം മക്കളില്ലാത്തവരെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യും, അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുകയും ചെയ്യും. അതൊക്കെ അവർ സങ്കടങ്ങളൊന്നും ആരും പറയത്തില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സത്യങ്ങളാണ് അതൊക്കെ. നിങ്ങളാരോട് അവരോട് അതിൻ്റെ പേരിൽ അവരെ കഴുത്തേക്കാറൊന്നും നിൽക്കണ്ട കേട്ടോ. അവർ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ, നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. സാത്താൻ അവൻ്റെ കളത്തിൽ ഇറങ്ങിയ ആള്. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതൊരു നിലപാടാണെന്നറിയാവുക. അപ്പോൾ നമുക്കൊരു ക്രിസ്തീയ നിലപാടുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതാണ് ഈശോയുടെ നിലപാട്. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത അതേ വിഷയം ആ പ്രമേയം വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. മത്തായി 26:24 വായിച്ചോളൂ. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. അത്രയുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിലപാട് രൂപപ്പെട്ട് തന്നെ കർത്താവിൻ്റെ ഒരു നിലപാട് കണ്ട. യോഹന്നാൻ 13:27 എന്താ പറയണത്? നെഗറ്റീവ് പവേഴ്സിനോടും ഇടപെടലിനോടും പറയും നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക എന്ന്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ 26:24 കൂട്ടി വെക്കുന്നത്. എന്താണ്? നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് നോയൽ. ഞാൻ എടത്വ പച്ച ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് സാധിച്ചു തന്ന എൻ്റെ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ 7 വർഷം സെമിനാരി പഠനത്തിലായിരുന്നു. പഠനത്തിൻ്റെ സമയത്ത് ഞാൻ തീരുമാനമെടുത്തു തിരിച്ചു പോരാമെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ സമയം മുതൽ എനിക്ക് എന്ത് പഠിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈശോയോട് ഞാൻ എന്നും ചോദിക്കുമായിരുന്നു, ഈശോയെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും, വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമമാണ്, എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ അതിന് മുൻപേ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയും, നീ ഉടമ്പടി എടുക്ക്, അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഡിഗ്രി പഠനം തുടങ്ങി. ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും കിട്ടുമോ, വീട്ടുകാർ ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും, ഇപ്പോൾ എവിടെയെങ്കിലും പോകാറായോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോയെ എനിക്ക് എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ എനിക്ക് നീ ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന്.
അങ്ങനെ ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് യു എസിൽ ഒരു കോഴ്സിന് കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു. ഞാൻ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വിസ എനിക്ക് റിജക്റ്റായി. യു എസിൻ്റെ വിസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രിയും നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല, കാരണം അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2025 ഡിസംബർ 26 അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞത്, അമ്മേ, ഈശോ എവിടെയാണോ എന്നെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ രാജ്യം എനിക്ക് തിരഞ്ഞെടുത്ത് തരണം, അവിടേക്ക് എനിക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തരണം, ബാക്കിയെല്ലാം ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് UK നിന്ന് ഒരു കോഴ്സ് ഞാൻ BA ഇംഗ്ലീഷ് പഠിച്ച വ്യക്തിയാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് MSc അഡൽട്ട് നേഴ്സിംഗ് ഫീൽഡിലുള്ള കോഴ്സാണ് കിട്ടിയത്. ഒരു BA കാരന് അല്ലെങ്കിൽ എനിക്ക് ഒന്നാമത്തെ ഗ്യാപ്പുണ്ട്, പിന്നെ ഒരു BA കാരനാണ്, ഇതുകൊണ്ട് ഒരു ചാൻസും ഇല്ല കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസി പറഞ്ഞ പ്രകാരം ഞാൻ 2-3 സ്ഥലത്ത് ഇങ്ങനെ ആപ്ലിക്കേഷൻ വെച്ചു. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കുഴപ്പമില്ല, നീ ബാക്കി പേപ്പേഴ്സ് എല്ലാം ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞുള്ള മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ ഫോർവേഡ് ചെയ്തു. അപ്പോഴും കൺസൾട്ടൻസിക്കും എനിക്കും ഒരു വിശ്വാസക്കുറവുണ്ട്. കർത്താവേ, എനിക്കറിയത്തില്ല, MSc അഡൽട്ട് നഴ്സിംഗ് ആണ്, എനിക്ക് പ്രോപ്പറായിട്ടുള്ള കോഴ്സാണോ, എനിക്ക് കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം BSc പഠിച്ചവർക്ക് പോലും അങ്ങനെ കിട്ടുന്നില്ല, പാടാണ് കിട്ടാനായിട്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓഫർ ലെറ്റർ വരാനായിട്ടുള്ള അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂകൾ വരുന്നത്. ഇൻ്റർവ്യൂ പാസ്സാകണമെന്ന് അവർ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇല്ല സയൻസ് പഠിച്ചിട്ടുള്ളത്. ആകെ പഠിച്ചിട്ടുള്ളത് +1 +2 സയൻസ് എടുത്ത് പഠിച്ചെന്നുള്ളതല്ലാതെ വേറൊരു ബന്ധവും ഇല്ല എനിക്ക് കോഴ്സിന്. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്നാലും അടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പം എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, നീ പേടിക്കണം, നീ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, നിന്നെ അമ്മ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് വിട്ട് നൽകിയിട്ട് ഞാൻ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ ഓണാക്കിയിട്ട് ലാപ്ടോപ്പിലും ഉപ്പിട്ട് തൈലം വെച്ച് കുരിശ് വരച്ച് എൻ്റെ നെറ്റിയിൽ എൻ്റെ ചുണ്ടയിൽ ഞാൻ കുരിശ് വരച്ചു. കാരണം എനിക്കറിയത്തില്ല, ഞാൻ എന്താ പറയുക, എനിക്കൊരു ഫീൽഡിൽ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ ഉത്തരങ്ങളാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോഴും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അവരും അവരുടെ ഫേസ് കണ്ടിട്ട് എനിക്കും ഒരു ഹാപ്പിനെസ് തോന്നിയില്ല. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ്, ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്, ഒരു ഫോൺ കോളും അല്ലാതെ ഒരു ഇൻ്റർവ്യൂവും കൂടെ, അത് 2 കൂടെ പാസ്സാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി. 2ാമത്തെ ഇൻ്റർവ്യൂ ഫോൺ കോളിൽ അതിച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമെന്നാണ് എൻ്റെ കൺസൾട്ടൻസി എന്ന് പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല. അന്ന് ഞാൻ കുറച്ച് നേരം ആരാധന മൊബൈലിൽ തുറന്നു വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു. എന്നിട്ട് കൃപാസനമ്മയുടെ ലോക്കറ്റും കുരിശും എൻ്റെ ലിപ്പയിൽ വരച്ചു ഇങ്ങനെ ലോക്കറ്റ് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈശോയ്ക്ക് ആഗ്രഹമെങ്കിൽ എനിക്കിത് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ MSc അഡൽട്ട് നഴ്സിങ്ങിന് എനിക്ക് ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചാൽ ആകെ പേര് ചോദിച്ചു, പുറത്തുനിന്നുള്ള കോളാണ്. പേര് ചോദിച്ചു, ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു, എന്താ നേരത്തെ പഠിച്ചതെന്ന് ചോദിച്ചു, പിന്നെ ഏതെങ്കിലും കൺട്രി വിസ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ USA എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ വിസ റിജക്റ്റ് ആയ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ഇനി പ്രതീക്ഷിക്കേണ്ട, ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. കാരണം US വിസ റിജക്റ്റ് ആയ ഒരു കൺട്രീസും അവർക്ക് കൺസിഡറേഷൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാശനായി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-9 തിരുവചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ സംരംഭിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ള വചനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവകൃപ കൊണ്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. 3ാമത്തെ ഇൻ്റർവ്യൂ അങ്ങനെ തന്നെ 3ാമത്തെ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ബാക്കി വിസയുടെ ഉള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. കാരണം അവർക്ക് ഒരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെ ഒരു BA കാരന് എങ്ങനെയാണ് MSc അഡൽട്ട് നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടുന്നതെന്ന്. അങ്ങനെ അവർ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിസ എന്തായാലും റിജക്റ്റ് ആവുമെന്നൊക്കെ അവർ പറഞ്ഞു. നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്.
കാരണം US വിസ റിജക്റ്റ് ആയതാകൊണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉടമ്പടിയുടെ പീരീഡ് കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ എന്നാ ഡേറ്റ് എടുക്കണ്ടേ, വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ വിസയുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് അമ്മ എനിക്ക് തന്നു. ആ ഡേറ്റ് അനുസരിച്ച് ഞാൻ അത് ജൂലൈ 24-ാം തീയതിയാണ്. അങ്ങനെ അന്ന് ഞാൻ 24-25 എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 25-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു. 24-ാം നോക്കിയിട്ട് കിട്ടിയില്ല. 25-ാം തീയതി ഡേറ്റ് എടുത്തു. അന്ന് ഞാൻ അവിടെ പോയി. ശരിക്കും അന്നും ഞാൻ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം ബാങ്കിൽ പോകുമ്പോഴും അല്ലാതെ അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ നടക്കുമ്പോഴും ഞാൻ അമ്മയുടെ ഉപ്പ് എപ്പോഴും കൈ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ പോകുമ്പോൾ എല്ലാം അമ്മ എനിക്ക് സാമ്പത്തികമായിട്ട് അത്ര ഒരു ബുദ്ധിമുട്ട സമയമാണ്. എനിക്കറിയത്തില്ല എവിടുന്ന് ഇത്രയും പൈസ ഒപ്പിക്കും, അല്ലെങ്കിൽ ഷോമണിയൊക്കെ കാണിക്കണമെന്നൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അമ്മയോട് പറയും, അമ്മ എനിക്ക് നിൻ്റെ ഒരു സൈൻ എനിക്ക് അവിടെ കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഒപ്പിട്ട് അകത്ത് കയറുമ്പം ഒന്നെങ്കിൽ ആരെങ്കിലും വഴി ഇങ്ങനെ കൃപാസനത്തിൽ പോയവരോ അല്ലെങ്കിൽ ഒരു കീച്ചെയിനോ ഒക്കെ എനിക്ക് കാണിച്ചു തരും. അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തരും. അപ്പോൾ പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ പതിയെ നീങ്ങാൻ തുടങ്ങി. ലാസ്റ്റ് സ്റ്റേജിലേക്ക് വിസയുടെ പ്രോസസ്സിങ് വിസയുടെ ഇത് വന്നു. വിസ ഇൻ്റർവ്യൂവിൻ്റെ കയറുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് പുറത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് അകത്ത് കയറുമ്പോൾ നമ്മുടെ എല്ലാം സ്കാൻ ചെയ്യും. എയർപോർട്ടിൽ കയറുന്ന പോലെ തന്നെ നമ്മുടെ ബാഗും ഇതെല്ലാം സ്കാൻ ചെയ്യുന്നൊരു രീതിയുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ കൃപാസനമ്മയുടെ ലോക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടിരുന്നു. അപ്പം പോക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചു. അപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. ഉപ്പും ഞാൻ ബാഗിനകത്ത് കരുതിയിരുന്നു. അങ്ങനെ ഉപ്പെടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടല്ലോ, ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിട്ട് അവർ പറഞ്ഞു കൃപാസനത്തിൽ ഉപ്പാണ്, ഇത് തേനാണെന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ച് കയറി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫയൽ ചെയ്തു. വിസ സാധാരണഗതിയിൽ സ്റ്റുഡൻറ്റ് വിസ ഒക്കെ വരുന്നത് ഒരു 15 to 25 ഡേയ്സാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെയും തടസ്സങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് അഞ്ചാമത്തെ ദിവസം അത് ഒരു 7-ാം തീയതി അത് വൈകുന്നേരം രണ്ടാമത്തെ ഉടമ്പടി എടുത്തിട്ട് 80-ാമത്തെ ദിവസം ഒരു 5-ാം തീയതിയാണ്. അന്ന് വൈകിട്ട് 7 മണിയായപ്പം അത്രയും നേരം ഒന്നും എനിക്ക് അനക്കമൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മൊബൈൽ ചെക്ക് ചെയ്യും, മെയിൽ ചെക്ക് ചെയ്യും, പക്ഷെ ഒന്നും വരുന്നില്ല. 7 മണിയായപ്പോൾ ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പം ചെക്കും ചെയ്തില്ല. ഇതിനകത്ത് വന്ന് കിടക്കുന്നു വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ സമയമൊക്കെ നോക്കി, സമയമൊക്കെ നോക്കിയപ്പം കൃത്യം വൈകിട്ട് 7 മണിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ എനിക്ക് ഈശോനെ അനുഭവിക്കാനായിട്ട് സാധിക്കണമേ എന്ന്. ഞാനൊരു ജീസസ് യൂത്താണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ ഉള്ളൂ ഈശോനെ അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈശോനെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. പിന്നെ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് എനിക്ക് ഇന്ന് വരെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയും, ചിലപ്പോൾ ഞാൻ ഈശോനെ എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം എനിക്ക് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സന്തോഷം എൻ്റെ ഉള്ളിൽ വരും. അതിനു മുമ്പൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് ഇന്ന് നടക്കത്തില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് ഒത്തിരി മാറ്റങ്ങളാണ്, ചേഞ്ചസാണ് വരാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ പല രീതികളും ഞാൻ ദേഷ്യപ്പെടും, ചിലപ്പം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ചിലപ്പം അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പം അതൊക്കെ ഒത്തിരി ചേഞ്ചായി. എനിക്ക് ചേഞ്ചായെന്നല്ല, അത് മാറി. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും ആൻറ്റിയും ഒരു വല്യമ്മച്ചിയുണ്ട്. അപ്പോൾ വല്യമ്മച്ചിക്ക് ഇങ്ങനെ പ്രായമായതിൻ്റെ അസ്വസ്ഥതകളും പിന്നെ ഉറക്കമൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ അമ്മച്ചിയുടെ കട്ടിലിൻ്റെ 4 ചുറ്റും ഉപ്പിടും, കുരിശ് വരയ്ക്കും, ഇത്രയും ചെയ്യും. പക്ഷേ അമ്മച്ചി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഉള്ള സമയങ്ങളിലെല്ലാം അമ്മച്ചി ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിന് ഒത്തിരി നന്മകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ അത് എനിക്ക് മാറാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈശോനെ കൊടുക്കണം, കുറേ പേർക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ട് ഞാൻ പുറത്തു പോയിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ള ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊടുക്കും. അല്ലാതെ ഞാൻ പോകുന്നിടത്തെല്ലാം ബാങ്കിൽ പോയാൽ കൊടുക്കും,
അങ്ങനെ പല കടകളിൽ ഹോസ്പിറ്റലിൽ പോയാൽ കൊടുക്കും. അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് ഉള്ള കൃപ എനിക്ക് ഈശോ തന്നു. ഈശോനെ കൊടുക്കാനായിട്ടുള്ള പിന്നെ എനിക്ക് എൻ്റെ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജമ്മ. ഞാൻ ആലപ്പുഴ ജില്ല നൂറനാട് നിന്ന് വരുന്നു. എന്നെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അരികിൽ എന്നെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഒരു വീൽചെയറിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ശരീരത്തിൽ 14 രോഗവും 6 ഓപ്പറേഷനുമായിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കടന്നു വരുന്നത്. ഞാൻ ട്രെയിനകത്ത് കിടന്നാണ് ഞാനിവിടെ വന്നത്. അടൂർ ആശുപത്രി വെച്ച് വീൽചെയറിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പത്രം കിട്ടി. ഒരു മകൾ കൊണ്ടുവന്ന് എനിക്കൊരു പത്രവും തന്ന്, അമ്മയുടെ ഒരു കാശുരൂപവും തന്ന്, ഒരു ടിൻ ഉപ്പും തന്ന്, എൻ്റെ നെറ്റിൽ ഒരു ശകലം ഉടമ്പടി തൈലവും കുരിശു വരച്ച് തന്ന്. അങ്ങനെ ഞാൻ വീൽചെയറിലിരുന്ന് അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആ പത്രം വെച്ച് എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി. ഞാൻ കരയുമായിരുന്നു, അമ്മയെ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, അമ്മയുടെ മണ്ണില ഞാൻ എങ്ങനെ എത്തും, ഒരു പത്രമെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചു തരണമെന്ന് ഞാൻ അമ്മയുടെ മുട്ടിപ്പായി കരഞ്ഞു. എൻ്റെ അരികിൽ എൻ്റെ കാൽക്കൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അരികിൽ കൊണ്ട് തന്ന പത്രവും കാശുരവും ഉപ്പും തൈലവും എല്ലാം എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വീടിന് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നെ കിടത്തിയായിരുന്നു തിരുവനന്തപുരം വരെ കാറിനകത്ത് കിടത്തിക്കൊണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഏത് നിമിഷവും ഓടി വരാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് ഈ മരിയൻ ഒറ്റ ഒരു ഉടമ്പടിയിലൂടെ മാത്രമാണ്. എൻ്റെ യേശുപ്പൻ്റെ തിരുരക്തം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുന്നതിന് കാരണം. അങ്ങനെ ഞാൻ റോഡിൽ പോകുന്നവരെ കൊണ്ട് ഒരു തിരി മേടിച്ച് വെച്ചും ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഈ അൾത്താരെ വരാൻ കഴിയണമേ. യേശുപ്പൻ കുരിശും വലിച്ചും കൊണ്ട് നടന്ന് ഞാൻ മാക്കറും കൊണ്ട് നടക്കുന്നു. എന്നെ ഇതിന് പിടിപിടിച്ച് എൻ്റെ അമ്മയുടെ അരികിൽ കൊണ്ടുവരണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു പൊതി ചോറ് 3 മണിയാകുമ്പോൾ എനിക്ക് കൊണ്ടു തരണമായിരുന്നു. ഹോട്ടലിൽ നിന്ന് എനിക്ക് കഞ്ഞി വെക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ കഴിച്ചിരുന്ന ഞാനാണ് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരെ കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തന്നത്. ഈ ഒരൊറ്റ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത്. ഞാൻ ഒരു ചാക്ക് ഗുളിക കഴിച്ച ഞാനാണ് ഇന്ന് വരെ. പിന്നെ ഞാൻ ഇന്ന് വരെ ഈ ഒരു രോഗത്തിന് ഞാനൊരു ഗുളിക കഴിക്കാൻ ഈ കയ്യും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ യേശുപ്പൻ്റെ ചങ്കിലെ ചോര കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനകോടി നന്ദി. എനിക്ക് 2025 പെട്ടെന്നൊരു നടുവേദന വന്നതായിരുന്നു. ഈ വാസലിൻ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടായി, തേയ്മാനമായി. എൻ്റെ ഉച്ച തൊട്ടുള്ള കാല് പെരുവിരൽ വരെയുള്ള നരമ്പ് മരവിച്ചു പോയി, കാല് തളർന്നു പോയ കാലാണിത്. ഇന്ന് ഞാൻ ഈ കാലം കൊണ്ടാണ് ഇവിടെ ഓടി വരുന്നത്. അങ്ങനെ എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു, അതിവേദനയായിരുന്നു. ആ എൻ്റെ യേശുപ്പൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഡിസ്ക് യോജിപ്പിച്ച് മാംസം പിടിപ്പിച്ച് എനിക്ക് തന്ന എൻ്റെ യേശുപ്പൻ്റെ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് 20 വർഷത്തിന് പഴക്കമുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിനകത്തുനിന്ന് നീരിറങ്ങി കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ശരീരം മൊത്തം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒഴുകുമായിരുന്നു. ഞാൻ വണ്ടാനത്ത് നടന്ന് ഗുളികകൾ കഴിച്ച് ഞാൻ മടുത്ത്. അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി വസ്തുവിലൂടെ എനിക്ക് എൻ്റെ ആ അലർജി മാറ്റി തന്ന് ഈ 10 വർഷത്തിന് മേലുള്ള ഒരു തലവേദനയായിരുന്നു, മൈഗ്രെയിൻ തലവേദന. ഞാൻ ഈ ചൂട് സമയത്താണ് ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ എരിയാണി വെയിലത്ത് പുറത്ത് നിന്നാൽ നിങ്ങൾക്കറിയാവില്ല ചൂട്. ആ ചൂടത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്നത്തെ ആ ചൂട് സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഇന്നേ നാഴിക വരെ എനിക്ക് ആ മൈഗ്രെയിൻ തലവേദന എന്ന് മാറിയെന്ന് പോലും എനിക്ക്
എനിക്കറിയത്തില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവല്ലാതെ കൊണ്ട് എൻ്റെ യേശുപ്പൻ്റെ ആ തിരുരക്തം കൊണ്ടാണ് എൻ്റെ മൈഗ്രേൻ തലവേദന മാറ്റി തന്നത്. അടുത്തായിട്ട് എൻ്റെ മൂക്കിനകത്തൊരു ഒരു ദശ ഉണ്ടായിരുന്നു. ആ ദശ ഒരു ദിവസം വൈകിട്ട് എനിക്ക് എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ തോർത്ത് കൈ വെച്ചുകൊണ്ട് വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ എൻ്റെ യേശുപ്പനോട് പറഞ്ഞ്, യേശുപ്പ പരിശുദ്ധ അമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചീറ്റിയും പിഴിഞ്ഞും ഇരിക്കുവാന്നല്ലോ, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല, എൻ്റെ മൂക്കിലൊരു അത്ഭുതം എന്ന് പറയട്ടെ. എൻ്റെ മൂക്കിൽ എനിക്കൊരു സ്വരം കേട്ട് ഒരു മൂളിപ്പാട്ട് പോലെ പോയിട്ട് അപ്പോഴെൻ്റെ യേശുപ്പൻ എന്നിൽ വന്ന് എന്നെ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ആ ദശ അടത്തി എനിക്ക് ആ മേപ്പോട്ടൊരു ശ്വാസം പിടിച്ചപ്പോൾ എൻ്റെ മേപ്പോട്ടത് ഇളകി വന്ന് എല്ലാ കുഞ്ഞുങ്ങൾ വട്ട് കളിക്കുന്ന കണക്ക് ആ ഉരുണ്ട വട്ട് പോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഇറങ്ങി വന്ന് ഞാൻ എന്നും വെള്ളമരികിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഉപ്പും തേനും ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ. അപ്പം ഞാൻ എളുപ്പം ആ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ പരിശുദ്ധമ്മ യേശുപ്പ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ഇത് ഇറക്കി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ആ ദശ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് മാറ്റി തന്ന്. അങ്ങനെ എൻ്റെ യേശുപ്പ പ്രത്യക്ഷപ്പെട്ടാണ് എൻ്റെ മൂക്കിലെ ദശ മാറ്റി തന്ന്. ഇന്ന നാഴി വരെ പിന്നെ എനിക്ക് മൂക്കൊലിപ്പും മൂക്കിനകത്തിൽ അസ്വസ്ഥതകളും വന്നിട്ടില്ല. എനിക്ക് നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. പിന്നെ എനിക്ക് കിരണിയുടെ ഒരു മുഴയുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ കിരണിയുടെ മുഴ വർമ്മസ്ഥാനത്തായിരുന്നു. സ്വകാര്യ ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല, എനിക്ക് നാണക്കേട് കൊണ്ട്. അത് ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശു വരച്ച് എൻ്റെ യേശുപ്പൻ്റെ രക്തം കൊണ്ട് മാത്രം എനിക്ക് ആ മുഴ മായാജാലമായിട്ട് എനിക്ക് മാറ്റി തന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലതുവശത്ത് ബ്രെയിനകത്തൊരു മുഴയുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ടേ ഉണ്ട് ആ മുഴ. ഞാൻ എങ്ങും ഒരു ഡോക്ടറെ കാണാൻ പോകത്തില്ല. ഞാൻ അങ്ങനെ ആ മുഴയും എനിക്ക് ഈ ഒറ്റ ഉടമ്പടിയിൽ ഈ നേർച്ച വസ്തുവിലൂടെ ആ മുഴ ഞാൻ എന്ന് തൈലം കുരിച്ചു വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ എൻ്റെ ശരീരത്തിൽ കത്തിയപ്പിക്കരുത് അമ്മേ, ഇതെല്ലാം എൻ്റെ യേശുപ്പൻ്റെ അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെ മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ആ മുഴയും എൻ്റെ ബ്രെയിനകത്തുനിന്ന് എനിക്ക് മാറ്റിത്തന്ന്. അതുപോലെ തന്നെ എനിക്ക് വായിക്കാത്ത ഗുളികളെല്ലാം കഴിക്കുന്നതിൻ്റെ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. എന്നും എനിക്ക് വായിക്കാൻ പൊട്ടി വിർണമായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉപ്പിട്ട് അമ്മയുടെ നെഞ്ച് ഭരിച്ച ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വായിക്കാത്ത ഉപ്പ് കൊള്ളുകയും ഞാൻ ഉടമ്പടി തൈല മുറിവിലെല്ലാം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാനൊരു ഗുളികയും കഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വായിക്കാത്തുനിന്ന് ആ വിർണങ്ങളെല്ലാം കരിച്ചുണക്കി ഇപ്പം എനിക്ക് എൻ്റെ വായിക്കാത്തിൽ ആ വിർണം വരുത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഫൈസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ ഫൈസിൻ്റെ അസുഖത്തിന് ഞാൻ ഗുളിക കഴിച്ചതായിരുന്നു. മറ്റു ഗുളികൾ കഴിക്കുമ്പോൾ എനിക്കത് കൂടുമായിരുന്നു. ബ്ലഡ് വരെ ഉള്ള ഒരു വരവിൽ എനിക്ക് ആയതായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫൈസിൻ്റെ അസുഖം ഞാനിപ്പം അത് പൂർണ്ണമായി എന്നിൽ നിന്ന് വിടുവലി തന്ന എൻ്റെ യേശുപ്പന. ഇതല്ല എൻ്റെ ഈ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുവിലൂടെ മാത്രമാണെന്ന് ഞാൻ 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് വയറിനകത്തിൽ അൾസർ ഉണ്ടായിരുന്നു. ആ അൾസറും എനിക്ക് ഈ നേർച്ച വസ്തുവിലൂടെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് ഈ ഡിസംബർ 7-ാം തീയതി എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് വഹിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം കിട്ടി. പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ പിറ്റേ ആഴ്ച തന്നെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടി. അതിലെൻ്റെ അച്ഛൻ എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ഈ എല്ലാ രോഗസൗഖ്യത്തിനും എല്ലാം ഈ ഒരൊറ്റ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ആത്മീയ പ്രേക്ഷക വേല ചെയ്യുന്നത്, ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച്. ഞാൻ ബസ് കയറാൻ പറ്റാതിരുന്ന ഒരു ഞാനായിരുന്നു. ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതൽ ഞാനിവിടെ വരും. അച്ഛൻ്റെ ധ്യാനം കൂടും. എനിക്ക് ഒരു വിഷമമായിരുന്നു എനിക്ക് കുർബാന കേൾക്കാൻ കൂടാൻ. ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കുർബാന കൂടാൻ കഴിയണമെന്ന്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു വണ്ടി കൊണ്ട് തന്ന് എനിക്ക് കുർബാന കൂടുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും
ചെയ്യുവാനും ആരാധന കൂടുവാനും എനിക്ക് ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. പിന്നെ അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ മാതാവ് തന്ന് പ്രേക്ഷക വേല ചെയ്യുന്നത് ഞാൻ ആഴ്ചയിലും വന്ന് പത്രം എടുത്തുകൊണ്ട് ഒരു ദിവസം 50 പത്രമെങ്കിലും എനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. കായംകുളത്തും അരിപ്പാട്ട് ആശുപത്രിയിലുമായിട്ട് ഞാൻ ഇറങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അടൂർ ആശുപത്രി ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവിടെ കൊണ്ടുവന്ന് പത്രം കൊടുക്കും, നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് മേടിച്ച് നിന്ന ഇന്ന് ഞാൻ 20 പൊതി വരെ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ തന്നെ പൊതി കെട്ടി കൊണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന് അതിനെനിക്ക് കോടാനുകോടി നന്ദിയാണ് ഞാൻ എൻ്റെ യേശോപ്പനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാനൊരു ഹിന്ദുവാ. എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ലായിരുന്നു, എന്താണെന്നറിയില്ലായിരുന്നു. 15 വർഷം എൻ്റെ വീട്ടിൽ ഇരുന്ന ബൈബിളാണ്. ഈ ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ ആ ബൈബിളിൽ തൊടുന്നത്. അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ഹിന്ദുവാണ് യേശോപ്പ, എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്ന്, എന്നെ മനസ്സിലാക്കി തരണേ എന്ന്, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരണേ, എന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയുമ്പോഴും എനിക്ക് ആ വചനം നോക്കിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ എനിക്ക് എൻ്റെ യേശോപ്പൻ ദൈവത്തിലൂടെ തന്ന്. യേശോപ്പൻ ജോസഫ് അച്ഛൻ ആരാധനയെ പ്രാർത്ഥിക്കുന്ന വചനങ്ങളെല്ലാം എനിക്കിന്ന് അതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനും പിന്നെ ജോസഫ് അച്ഛനിലൂടെയും ബൈബിളിലൂടെയും എനിക്കിന്ന് സാധിച്ചു കിട്ടിയതിന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി. ഇത്രയെല്ലാം രോഗങ്ങൾ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തിയ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അനാഥ മന്ദിരത്തിൽ പോയി അവർ കാവൽ എല്ലാ മാസവും ഞാൻ അനാഥ മന്ദിരത്തിൽ പോകും. ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കും. 170 പേരുള്ള അനാഥ മന്ദിരമാണ്. അവിടെ ഞാൻ അവർക്ക് 3 മണിക്കുള്ള ആഹാരം അവർക്ക് വയറ് നിറച്ചുകൊണ്ട് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ 2 ബിസ്ക്കറ്റ് കൊടുക്കുന്നു ചായയുടെ കൂടെ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഈ മക്കൾ ഈ 2 ബിസ്ക്കറ്റ് കഴിച്ച് എന്ത് വാങ്ങും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ഞാൻ പിറ്റേ മാസം മുതൽ ഒരൊറ്റ ചാക്കിലെ പലഹാരം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവം തന്ന ദാനമാണ് ഞാൻ ദാനം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ, എൻ്റെ കൂടെ ഒരു 4 പേരെ എൻ്റെ അമ്മ എനിക്ക് ആക്കിത്തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് 4-5 പേരെ ഞങ്ങൾ ഗ്രൂപ്പാക്കി. ഇപ്പം ഞങ്ങൾ ജപമാല ഗ്രൂപ്പ് കൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോകും. ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ട് കൊടുക്കുന്നു. ഇത്രയെല്ലാം ആദ്യം തന്നെ എൻ്റെ കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ 19, 2023 അതിനു മുമ്പ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനം എന്താണെന്നും ഇവിടുത്തെ ഉടമ്പടിയുടെ നിയമങ്ങളും എല്ലാം എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഞാനും അമ്മയും ഒരുമിച്ചാണ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും പ്രേക്ഷക പ്രദർശനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൽ. പക്ഷേ ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് എടുത്തു. അതിനുശേഷം ഞാൻ OET ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. രണ്ടാമത് ഞാൻ OET എഗെയിൻ ഒന്നുകൂടെ OETയുടെ ഡേറ്റ് എടുത്തു. അന്ന് ഞാനും അമ്മയും ഇവിടെ വന്നിരുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉടമ്പടി എടുക്ക്, അങ്ങനെയാണെങ്കിൽ മാതാവ് നിനക്ക് പാസ്സാക്കി തരുമെന്നൊക്കെ. പക്ഷെ അന്ന് എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല. എനിക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷേ ഞാൻ എക്സാമിന് പോയപ്പോഴത്തേക്ക് കാശ് രൂപവും എണ്ണയും ഉപ്പും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് പോയത്. എക്സാം ഹാളിന് പുറത്ത് ഉപ്പിടുകയും ഞാൻ ഇരിക്കുന്ന ടേബിളിൻ്റെ 4 വശത്ത് ഉപ്പിട്ടൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാശ് രൂപവും എൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത്. ആ എക്സാം എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കും, എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് എനിക്കൊരു അയർലൻഡ് സ്കോറെങ്കിലും കിട്ടും. UK കിട്ടിയില്ല, അയർലൻഡെങ്കിലും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയത്. പക്ഷേ എനിക്ക് 2 Bയും 2 C+ഉം ആണ്. അതിലും എനിക്ക് ഏറ്റവും സങ്കടമായത് എനിക്ക് ഒരു B പോയത് എനിക്ക് വെറും 10 മാർക്കിന് ആണ്. അതെനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞാൻ ഇനി എന്നാൽ OET എഴുതുന്നില്ല. എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് വയ്യ. കാരണം ഒരു എക്സാമിന് തന്നെ 35,000 സംതിങ് വരുന്നുണ്ട്. ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ അവിടെ അതിലും കഷ്ടമായിരുന്നു, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെയും വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും എല്ലാ ദിവസത്തെ പോലെ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് എണ്ണീറ്റപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒന്നുകൂടെ ഒയിറ്റ് എഴുതി നോക്കാം, ഇതിനെന്നെ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് രാവിലെ തന്നെ നെക്സ്റ്റ് ഒയിറ്റിയുടെ ഡേറ്റ് എടുത്തു. അത് ഡിസംബർ 16, 2023 ഞാൻ എടുത്തത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോവാണ്, എനിക്ക് ഒയിറ്റ് പാസ്സാക്കി തരണം. അത് മാത്രമല്ല, മാതാവ് തീരുമാനിക്കണം, ഞാൻ UK പോകണോ, അയർലൻഡ് പോകണോ, ഓസ്ട്രേലിയ പോകണോ, എവിടെയോ പോകേണ്ടതെന്ന് മാതാവ് എനിക്ക് തീരുമാനിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്തു. അങ്ങനെ എക്സാമിന് പോയപ്പോഴത്തേക്ക് ഞാൻ മംഗലാപുരത്താണ് എക്സാം സെൻറ്റർ എടുത്തത്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നത്. അങ്ങനെ എടുത്തു. ഞാൻ ഈ 3 എക്സാം എഴുതിയാലും എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സാം ഞാൻ ലാസ്റ്റ് എഴുതിയ എക്സാം ആയിരുന്നു. അതുമാത്രമല്ല, അവിടെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത്. കാരണം ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ അവർ ബോഡി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തന്നെ അവർ പറയുകയും ചെയ്തു, റോസറീസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തത് വെച്ചിരിക്കണം, നിങ്ങൾ കയ്യിലത് പിടിക്കല്ലെന്ന്. പക്ഷേ എനിക്കെന്തോ കാശ് രൂപം പുറത്ത് വെക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ അത് പിടിച്ചു, ടേബിളിലെല്ലാം ഉപ്പൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ 3 മൊഡ്യൂളും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഈ 3 എക്സാം എഴുതിയതിലും ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു അത്. അങ്ങനെ 3 മൊഡ്യൂൾ കഴിഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ കൈവിടത്തില്ലെന്നുള്ളത്. അങ്ങനെ 4ാമത്തെ മൊഡ്യൂളാണ് സ്പീക്കിങ്ങിന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിന് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു ചേട്ടനാണ് എക്സാമിനറിൻ്റെ അടുത്തോട്ട് നമ്മളെ വിടുന്നത്. അപ്പോൾ പുള്ളി എന്നെ വിട്ടത് എൻ്റെ എക്സാമിനറിൻ്റെ അടുത്തല്ലായിരുന്നു. അങ്ങനെ ഞാൻ OT സ്പീക്കിംഗ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്നെ ഇത്ര ബോധമില്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഓൾറെഡി ഞാൻ ടെൻഷനായിട്ട് നിൽക്കുക. അതിൻ്റെ കൂടെ ഇതുകൂടെ കേട്ടപ്പം ഞാൻ ഫുള്ള് തകർന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ പുറത്തിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ വേറൊരു എക്സാമിനറിൻ്റെ അടുത്തോട്ട് എന്നെ കയറ്റി. അത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ലേഡി ആയിരുന്നു. ആ പുള്ളിക്കാരി ഒരു ബ്ലൂ കളറിൽ ഒരു ഡ്രസ്സൊക്കെ ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവിൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ എന്നെ കൈവിടില്ല എന്ന്. ഞാൻ അവിടെ പോയി ഇരുന്നു. ആ ലേഡി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഈ 4 മൊഡ്യൂളിൽ സ്പീക്കിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആ മൊഡ്യൂൾ തന്നെ എനിക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. കാരണം ഞാൻ ഡിസംബർ ഡേറ്റ് എടുത്തുകൊണ്ട് എനിക്ക് കറക്റ്റ് 1 മന്ത് എടുക്കും എൻ്റെ റിസൾട്ട് വരാൻ. കാരണം ഡിസംബറിൽ ഹോളിഡേയ്സ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തു. റിസൾട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിൽ വന്നു, ഞാനും അമ്മയും കൂടെ തിരി കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പാസ്സായി. 3 Bയും 1 C+ ആണ് കിട്ടിയത്. അതായത് എനിക്ക് അയർലൻഡ് സ്കോറാണ് മാതാവ് തന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ മറന്നേ പോയി. ഞാൻ മാതാവിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മാതാവ് തീരുമാനിക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്ക് UK പോകാം, UK ആകുമ്പോൾ ഒരു 2-3 months കൊണ്ട് അങ്ങ് എത്തും, UK എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, UKയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തോട്ടെ, എനിക്ക് റെഫറൻസ് ലെറ്റർ തരണമെന്ന്. അവർ തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ വേണ്ട, വേറൊരു ഹോസ്പിറ്റലിൽ കയറിയാക്കാം. അവിടെ ആകുമ്പോഴത്തേക്ക് 2-3 മാസത്തെ കാര്യമല്ലേ. അങ്ങനെ ഞാൻ വോളണ്ടറി ആയിട്ട് കയറി. അവിടെ എനിക്ക് സാലറി ഇല്ല, വിത്തൗട്ട് സാലറിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ CBT എക്സാമിന് ബുക്ക് ചെയ്തു. മാർച്ച് 19 ഞാൻ CBT എക്സാം എടുക്കുന്നത്. അങ്ങനെ ഞാൻ CBT എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി. പിന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഞാൻ പോകും, 2 മാസം അല്ലെങ്കിൽ മാക്സിമം പോയ 3 മാസത്തിനുള്ളിൽ ഞാൻ പോകുമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ UKയുടെ റിക്രൂട്ട്മെൻറ്റ് ഫുള്ള് ഫ്രീസ് ചെയ്തു, എല്ലാം സ്റ്റോപ്പായി. എനിക്ക് ഒരു ഇൻ്റർവ്യൂസ് പോലും വരുന്നില്ല. ഞാൻ ഭയങ്കര ഡൗണായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ എനിക്ക് സാലറി ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് സാലറി ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. മാതാവിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പ്രതീക്ഷ കൈപിടിച്ചുകൊണ്ട് തന്നെ പിന്നെയും ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാനൊരു സെപ്റ്റംബറൊക്കെ ആയി, എന്നിട്ടും എനിക്കൊന്നും ആവുന്നില്ല. ഒക്ടോബറായി. അപ്പം എനിക്കെന്തോ മാതാവിനോട് ഒന്നുകൂടെ ഒന്ന് ഉടമ്പടി പുതുക്കാം എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ ഉടമ്പടി പകുതി ഉഴപ്പി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഒക്ടോബറിൽ വന്നു, ഉടമ്പടി പുതുക്കി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്തെന്ന് വെച്ചാൽ, മാതാവേ, എനിക്ക് അറിയത്തില്ല, എനിക്കിനി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എക്സാംസ് പാസ്സായി. അത് എൻ്റെ കഴിവുകൊണ്ട് പോലും അല്ല ഞാൻ എക്സാം പാസ്സായത്, മാതാവിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. മാതാവ് പ്രവർത്തിച്ചൊരു അത്ഭുതം മാത്രമാണത്. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. മാതാവിനി അങ്ങയുടെ ഹിതം എന്താണോ അതുപോലെ എന്നെ കൊണ്ടെത്തിക്കണം. എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അമ്മയ്ക്ക് എന്താണ്, ഞാൻ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, എന്നെ അവിടെ കൊണ്ടെത്തിക്കണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു.
അത് മാത്രം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ പാലിച്ചു. അങ്ങനെ നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അയർലൻഡിലുള്ള ഏജൻസിയിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് വന്നു. അങ്ങനെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ മറന്നുപോയി, മാതാവ് എന്നെ അയർലൻഡാണ് എനിക്ക് തന്നിരിക്കുന്നതെന്നുള്ള കാര്യമേ ഞാൻ അപ്പോഴേ വിട്ടുപോയി. അപ്പോൾ ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നവംബർ അവസാനം DL അപ്ലൈ ചെയ്തു. ഡിസംബർ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും DL കിട്ടി അയർലൻഡിലെ. ഞാൻ അങ്ങനെ അത് വെയിറ്റ് ചെയ്തു. പിന്നെയും UK സ്ഥിരം അവസ്ഥ തന്നെ, ഞാൻ പിന്നെയും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ. ജനുവരി ആയി, ഫെബ്രുവരി ആയി, പിന്നെയും 6 മാസമായി. അപ്പം ഞാൻ OET എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് 1.5 വർഷമായി. എനിക്കിനി ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് അയർലൻഡിൽ എത്തിയാൽ മാത്രമേ എനിക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇതൊന്നും നടക്കാത്തേ എന്നുള്ള രീതിയിലായി. പയ്യെ ബൈബിൾ വായനയൊക്കെ കുറഞ്ഞു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു, ബൈബിൾ വായനകളൊക്കെ കുറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി തന്നെ ഉഴപ്പി. അത് കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഹെഗെയിൻ ഞാൻ മാതാവിനോട് ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് തരുവാണെങ്കിൽ ഇപ്പോൾ തരണം, എനിക്ക് പിന്നീട് തന്നിട്ട് ഇനി എനിക്കൊരു കാര്യമില്ല. ഈ സമയത്തൊക്കെ തന്നെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം പള്ളി പോകുമ്പോൾ പള്ളിക്കാരും ചോദിക്കും, എന്തേ എവിടെയും പോകാറായില്ലേ, സൗദിയിലൊക്കെ പൊക്കൂടെ, എന്തായാലും കുവൈറ്റിലോ എങ്ങോട്ടേലും പോ എന്നുള്ളത്. കുടുംബക്കാർ ചോദിക്കാൻ തുടങ്ങി. ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ തന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്. അവസാനം വീട്ടുകാരും എന്നെ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ചേട്ടൻ വരെ ചോദിക്കാൻ തുടങ്ങി, അവൾ ആദ്യം കൊമ്പത്ത് പോയി പിടിച്ചിട്ടാ അവൾ താഴെ പിടിക്കാൻ മേലായിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂണിൽ ഇവിടെ രണ്ടും കൽപ്പിച്ച് വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് അവസാനത്തെ ചാൻസാണ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു. അമ്മ എന്താ ആഗ്രഹിക്കുന്നത് അതുപോലെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ഞാൻ ജൂലൈ 10 വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഓഗസ്റ്റ് 4 എൻ്റെ വിസ അടിച്ചു വന്നു. ഞാൻ ഈ മാസം 25 അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫുഡ് അലർജി വന്നു. അതായത് ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ ഫുഡ് കഴിച്ചിട്ട് ഞാനും അമ്മയുടെ പുറത്തോട്ട് പോയതാണ്. പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സിവിയറായിട്ട് ഇച്ചിങ്ങും എല്ലാം തുടങ്ങി. അങ്ങനെ അടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ശ്വാസം മുട്ടൽ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബോഡി ഫുള്ള് സ്വെല്ലിങ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് അവർ ഓക്സിജനും എൻ്റെ BP ഡ്രോപ്പ് ആവാൻ തുടങ്ങി, ഫ്ലൂയിഡും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗിൽ എപ്പോഴും ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടത്തില്ല. ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും, അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ കാണും. ഈ കാശ് രൂപ അമ്മ എൻ്റെ അടുത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. എന്തോ ഒരു അത്ഭുതം എന്തെന്ന പോലെ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുള്ള് നോർമലായി. അങ്ങനെ അതും എനിക്ക് മാതാവ് തന്നൊരു വലിയൊരു അത്ഭുതമാണ്. മൂന്നാമത്തെ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ഭവനം നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത്. കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടും ഒക്കെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാതാവ് ഓരോരോ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട് പണിയുമ്പോൾ ഞാനും അമ്മയും കൂടെ പോയി അവിടെ ഉപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നിർമ്മിക്കാനായിട്ട് പറ്റി. അതിനും എൻ്റെ മാതാവിനോട് ഞാൻ 1000 നന്ദി പറയുന്നു. ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആദ്യമൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു SP കോളേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ കോളേജിലെ പിള്ളേർക്ക് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ കുറേ എന്നെ വേണ്ടാത്ത രീതിയിൽ മുഖം കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കുറേ ഫീലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനും അമ്മയും പൊതിച്ചോറൊക്കെ കെട്ടി ഹോസ്പിറ്റൽസിലും ഭിക്ഷാടകർക്കൊക്കെ കൊടുക്കും. അല്ലാതെ അനാഥാലയത്തിൽ എന്നെക്കൊണ്ട് ആവാവുന്ന വിധം ഞാൻ എങ്ങനെങ്കിലുമൊക്കെ, ഒന്നാമത് സാലറി ഇല്ല, എങ്ങനെങ്കിലുമൊക്കെ ഞാൻ പൈസ സംഘടിപ്പിച്ച് അവിടെ ഫുഡായിട്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളായിട്ടോ ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അല്ലാതെ ഉപവാസം എല്ലാ ചൊവ്വാഴ്ചയും ഞാനും അമ്മയും എടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ മാതാവിന് വേണ്ടി ചെയ്തത്. ഇത്രയും വലിയ അനുഗ്രഹം കാണിച്ചു തന്ന എൻ്റെ മാതാവിനും. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഞാൻ പാലക്കാട്ട് നിന്ന് വരുന്നു. ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് യോഗസൗഖ്യത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് 2024 ഏപ്രിൽ 13 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക്
14 വർഷമായിട്ട് മലത്തിൽ കൂടെ രക്തം പോകുമായിരുന്നു. ഞാൻ കാരണം അതുകൊണ്ടല്ല, ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയേ പൊക്കാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊങ്ങില്ലായിരുന്നു. അപ്പോൾ ഞാൻ മേസ്തിരി പണിക്കാരനാണ്, താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ പണിയാണെങ്കിൽ ഈ കൈ ഇങ്ങനെ ആയിക്കൊണ്ട് എനിക്ക് പണിയാൻ പറ്റാത്ത തരമായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കൃപാസന തൈലം എനിക്ക് തേച്ച് തരുകയും എന്നിട്ട് അത് പ്രാർത്ഥിച്ച് തേച്ച് തന്നു. എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഇതുകൊണ്ട് മാറി. എനിക്ക് സാധാരണ പണ്ടത്തെ മാതിരിയായി, നടക്കാൻ പറ്റില്ല, പണിയാൻ പറ്റില്ല. ഇത്ര പൊക്കത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ കൈയും കാലൊക്കെ ഭയങ്കര പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം എനിക്ക് ശരിയായി തേച്ച് തന്നപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചി ഇത് എവിടെയാണ്? അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ കൃപാസനം എന്താ, അതുമാതിരി ഈ പത്രം എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നും അറിയില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ എന്നാൽ ചേച്ചി എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ പോകുമ്പോൾ ഞാൻ നിന്നോട് പറയാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ മാസം 13-ാം തീയതി ഞാൻ 24 ഏപ്രിൽ 14-ാം തീയതി വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ ആൾക്കാർ കയറി വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം എന്താണെന്നുള്ളതൊന്നും എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു പിടിയില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ സാക്ഷികളൊക്കെ കേൾക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടും എന്നൊക്കെ പറയും. അപ്പോഴാണ് എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, മാതാവ് എനിക്ക് അനുഗ്രഹം തന്നായിരുന്നു അന്ന് എന്നുള്ള എനിക്ക് തോന്നൽ വന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു. ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത് ഒന്നാം നിയോഗം വെച്ചത്, അങ്ങനെ എനിക്ക് എന്ത് രോഗമാണ്, ഞാനും ഈ ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു ഈ രക്തം വരുന്നത് എന്താണെന്നുള്ളതെന്ന്. അത് പറഞ്ഞ സാമ്പത്തിക പ്രശ്നവും ഓരോരോ പ്രശ്നം കൊണ്ട് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നാതിരുന്നതും. അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്ത് രോഗമാണ് മാറ്റി തരണം മാതാവേ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാം ഇത് വെച്ചു, എനിക്ക് പണിയാൻ ആരോഗ്യം തരണം എന്നുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പണിയാൻ എനിക്ക് ഫസ്റ്റ് തന്നെ തൈലം തേച്ചപ്പോൾ തന്നെ എനിക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ 1.5 വർഷം വരെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഈ കൈ പൊക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് നല്ല ഡോക്ടറിനെ കാണിച്ചത്, പ്രൈവറ്റിൽ പോയിട്ട്. അങ്ങനെ കാണിച്ച് അപ്പോൾ എനിക്ക് മരുന്ന് കഴിച്ച് മതിയായി. 1.5 വർഷത്തോളം കഴിച്ചു. അപ്പോൾ എന്താ ഡോക്ടർ എന്താണെങ്കിലും പറ, എനിക്ക് ആരും ചോദിക്കാനൊന്നും ആരുമില്ല, സാറ് പറഞ്ഞോ, എന്ത് കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിനി എന്നാ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ചേച്ചി എന്നെ കാണുന്നതും. പിന്നെ ആയുർവേദത്തിന് കഴിഞ്ഞ മുമ്പ് ആയുർവേദം കാണിക്കുകയോ ചെയ്തു. അങ്ങനെ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചി അങ്ങനെ എന്നിട്ട് എനിക്ക് ഇത് തേച്ചൊന്ന് കുറവായി. അങ്ങനെ ആയപ്പോൾ പിന്നെ എന്തിനാ ഈ കടലാസൊക്കെ ഇവിടെ വെക്കുന്നതിനാ, ഈ ഡോക്ടറെ 1.5 വർഷം കാണിച്ച് കടലാസൊക്കെ ഇവിടെ എനിക്ക് വെക്കുന്നതിനാന്ന് വിചാരിച്ച് ഈ കടലാസ് മൊത്തം എക്സ്റേ എടുത്തതും ഈ കടലാസുകളെല്ലാം എടുത്ത് ഞാനത് കത്തിച്ച് കളഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി എന്നതിന് എനിക്ക് എൻ്റെ മാതാവുണ്ടല്ലോ, ഞാൻ ഉടമ്പടിയിലല്ലേ, ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല പറഞ്ഞ് ഞാൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ആകുമ്പോഴേക്കും എനിക്ക് ഒരു സൈഡ് കൈ മരപ്പും ഈ കാലിൻ്റെ ഒരു സൈഡ് മരപ്പാവണു. അപ്പോൾ ഞാനിങ്ങനെ, എൻ്റെ ദൈവമേ, ഞാനിനി എന്നാ ചെയ്യണേ, ഞാൻ അച്ഛനെ കാണണമെങ്കിൽ എന്തെങ്കിലും രേഖ വേണം, ഡോക്ടറെ കാണിച്ചാൽ നീ വേണം, ഒറ്റൊന്നും എൻ്റെ കയ്യിലില്ല, ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എനിക്ക് അന്ന് രാത്രി എനിക്ക് സ്വപ്നം കാണുക, നീ ആശുപത്രിയിൽ പോയിട്ട് സമറിൻ വാങ്ങിച്ചിട്ട് നീ അച്ഛനെ കാണ്, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സ്വപ്നം കണ്ടു. അത് ശരിയായിരുന്നല്ലോ എൻ്റെ ദൈവമേ. അങ്ങനെ ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണാൻ വന്നില്ല. ആശുപത്രിയിൽ പോയിട്ട് വിവരം പറഞ്ഞു, അങ്ങനെ എനിക്ക് അങ്ങനെ ഇതിൻ്റെ സമറിൻ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ എഴുതി കൊടുക്കണം പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്ത് സമറിൻ വാങ്ങിച്ച് അങ്ങനെ ഇവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് തൈലം തേച്ച് തരുകയും ഒരു കാശിരവും തരുകയും എല്ലാം ശരിയാകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എനിക്ക് ഈ മരവിപ്പ് എല്ലാതും രോഗസൗഖ്യം അതിനെനിക്ക് ശരിയായി. ഇപ്പോൾ എല്ലാം ശരിയായി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രക്തം പോക്ക് എപ്പോഴാണ് ഇത് മാറിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ രക്തം പോക്ക് മാറി. പിന്നെ എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു 3-4 മാസം മുമ്പ് വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് സാക്ഷ്യം എഴുതി കൊടുക്കാനുള്ളവർ എഴുതി കൊടുക്കട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്ത സമയത്ത് എനിക്ക് ഈ രക്തം പോക്ക് മാറി എന്നുള്ള പേര് ഞാൻ വിട്ടുപോയി. അത് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ ആ കാര്യം വിട്ടുപോയി. അത് കാരണം എനിക്ക് പിന്നെ എന്നിട്ട് 1 വർഷവും 3 മാസവും കഴിയുമ്പോഴേക്കും പിന്നെ അതേമാതിരി എനിക്ക് രക്തം വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, എൻ്റെ മാതാവേ, ഞാൻ ഈ കാര്യം ഞാൻ സാക്ഷ്യത്തിൽ എഴുതാൻ വിട്ടുപോയല്ലോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ഞാനിനി ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ, ഇനി എനിക്കത് കാണരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എൻ്റെ മാതാവ് അന്ന് കണ്ടതല്ലാതെ പിന്നെ എനിക്ക് ആ രക്തം വരവ് ഉണ്ടായിട്ടില്ല ഇത്ര നാളും.
അങ്ങനെ എനിക്ക് ആ രോഗസൗഖ്യം എനിക്ക് മാറി കിട്ടി. ഇപ്പോൾ എനിക്ക് അതുമാതിരി വീട്ടിൽ ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്ന മൂവാറ്റുപുഴയിൽ. തനിച്ച് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചോറിൻ്റെ ഞാൻ നേരത്തെ കിടക്കും. 9 മണിയാകുമ്പോഴേക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. നേരത്തെ ബൈബിളൊക്കെ വായിച്ചിട്ട് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴേക്ക് കിടക്കും. നേരത്തെ എണിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് 4 മണിക്ക് എണിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ കിടക്കാൻ പോകുമ്പോൾ അപ്പോൾ കൊതുവല ഇട്ടിട്ടുണ്ട്. കൊതുവല കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ കൊതുവല ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ചിത്രശലഭം 2 എണ്ണം ഗ്രേ കളറും പിന്നെ ചെറിയൊരു ഇതിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് അതുമാതിരിയുള്ള ചിത്രശലഭത്തിന് 2 എണ്ണം അങ്ങനെ കണ്ടു. ഞാൻ കുറേ നേരം അതിൽ നോക്കിയാണ് നിന്നു. എൻ്റെ ദൈവം ഞാൻ എന്നെ രസം അത് കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം നോക്കി നിന്ന് എന്തോ കാരണത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും സാധനത്തിന് കാണാനില്ല, ഈ 2 എണ്ണത്തിനെയും കാണാനില്ല. എൻ്റെ ദേഹം അങ്ങനെ മരച്ചുപോയി. എൻ്റെ അമ്മ മാതാവോട് വന്നതെന്നുള്ളൊരു തോന്നലിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്തൊരു പിടിയില്ല. ഞാൻ എനിക്ക് വീഡിയോ പിടിക്കേണ്ടതായിരുന്നോ ഫോട്ടോ എടുക്കണമായിരുന്നോ ഒന്നും എനിക്ക് ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. എന്നെ ചെയ്യണം എൻ്റെ ദൈവമേ, ഞാൻ എന്ത് വീഡിയോ പിടിക്കായിരുന്നു എന്നുള്ള ഞാൻ എന്ത് മണ്ടത്തരം ചെയ്തേ എന്നുള്ള തോന്നൽ വന്നു. അങ്ങനെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇവിടുന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ കയറി വന്നപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു 3 പ്രാവശ്യം അവിടെ എവിടെയും ഇല്ല, അവിടെ എവിടെയും ഒരു പൂവിൻ്റെ ഒരു പൂച്ചെടി പോലും എവിടെയില്ല. 3 പ്രാവശ്യം അവിടെ നിന്നും കിട്ടി എനിക്ക്. വൈകുന്നേരം സമയത്ത് 3 പ്രാവശ്യം അവിടെയും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര പൊക്കത്തിൽ കയറി നിൽക്കാൻ പറ്റാത്ത ഇതായിരുന്നു നേരത്തെ. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആകുമ്പോഴേക്കും 3-ാമത്തെ നിലൻ്റെ മുകളിൽ നിന്ന് പണിയണം. 3-ാമത്തെ നിലയുടെ മുകളിൽ ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിതു. എന്താ കാരണം വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഷോകൾ ഒരു 2 അടി നീളത്തിന് ഷോകൾ പൊങ്ങി കയറി വരണം. അപ്പോൾ ഷോകൾ പൊങ്ങി കയറി വരണമെങ്കിൽ അപ്പുറത്ത് കറക്റ്റായിട്ട് കയറി വരണമെങ്കിൽ ഈ ഭിത്തിയുടെ മുകളിൽ കയറി നിൽക്കണം. ഇല്ലയെന്ന് വെച്ചാൽ താഴത്തുനിന്ന് മുതൽ നിലയിട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ അവർ പറഞ്ഞു നിലയിട്ട് തരണം ചോദിച്ചു. ഒന്നും വേണ്ട, അത് ഞാൻ ഇന്ന് പണിതോളാം ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിതു. ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിത് ഞാൻ ഈ ഏറ്റവും താഴെ ഇറങ്ങി ഞാൻ മുകളിലേക്ക് നോക്കുന്നു. എൻ്റെ ദൈവമേ, അതിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിന്ന് പണിത് എന്നുള്ള തോന്നലോ. ഞാനല്ല ആ പണിതെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അത് ഞാനല്ല, എൻ്റെ അമ്മ മാതാവ് പണിതെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് അത്രയും കൈകാലം വരയ്ക്കുന്ന ഒരാൾക്ക് അത്രയും മുകളിൽ കയറുന്നത് അത്രയും ധൈര്യത്തിൽ നിന്ന് കയറുന്നത് പണിയാനുള്ള അത് പറഞ്ഞ് വെട്ടുകല്ലാണെന്ന് ഓർക്കണം. വെയിറ്റ് അത്രയും വല്ലതുണ്ടോ അതിൽ നിന്ന് പണിതിട്ട് ഇറങ്ങി ഞാൻ വന്നു. അങ്ങനെ ഒരു ഇത് കിട്ടി. പിന്നെ അതുമാതിരി പിന്നെ ഒരാടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആർച്ച് പണിയുക. ആർച്ച് നല്ല പൊക്കത്തിൽ ആർച്ചാണ്. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ കയറി നിന്നിട്ട് വേണം ആർച്ച് ആദ്യം പണിയണമെങ്കിൽ ആ കട്ട ഒരു അതേ ലെവലിന് പണിത് ചുമ്മാ അടുക്കി വെച്ച് പണിതിട്ട് വേണം അതിൻ്റെ മുകളിൽ സിമെൻറ്റ് ഇട്ട് പണിയണമെങ്കിൽ. എന്നിട്ട് ശേഷം ഈ കട്ട എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കട്ട അടുക്കി ഏറ്റവും ടോപ്പെത്തിയപ്പോഴേക്ക് എന്തെന്ന് അറിയില്ല, മൊത്തം എല്ലാം കട്ടയും കൂടി എല്ലാം കൂടി ഇങ്ങോട്ട് എൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞു വരിക. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് സൈഡിലേക്ക് എടുത്ത് ചാടിയതും ഈ കട്ട ഇങ്ങോട്ട് വീണതും അവിടെയുള്ളവരെല്ലാവരും ഓടിക്കൂടി ഞാൻ അടിപ്പെട്ടോ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കട്ട ഇങ്ങോട്ട് മറിഞ്ഞത്. അന്ന് ഞാൻ അതേ സ്ഥിതിക്ക് ബാക്കിലേക്ക് ചാടിയാണെങ്കിൽ ഞാൻ അന്ന് ഈ കട്ടൻ്റെ അടിപ്പെട്ടന്നെ. അങ്ങനെ എനിക്കൊരു അനുഗ്രഹം മാതാവ് തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷക പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് ആശുപത്രികളിൽ 2-3 പ്രാവശ്യമായിട്ട് ആശുപത്രിയിൽ കൊടുത്തു. അവിടെ കൊടുക്കുമ്പോഴേക്കും ഈ ന്യൂസ് പത്രം മാതിരി ആൾക്കാരെല്ലാവരും ഈ 2, 4, 5 വീതം കൊടുക്കുക. അപ്പോൾ ഞാൻ രോഗികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പത്രം മാസത്തിൽ ഒരു പ്രാവശ്യം മാറ്റാറുള്ളൂ, അത് നിങ്ങൾ ഈ ന്യൂസ് പത്രം മാതിരി ഒരുപാട് വാങ്ങിച്ച് വയ്ക്കണം, എന്തിനാ ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ, അവർ തരുന്നവർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ട. അങ്ങനെ നിങ്ങൾ ചേച്ചി എന്തിനാ അങ്ങനെ നിങ്ങൾ ഇത്രയും പത്രം കൊടുക്കണതിനാ, ഒരെണ്ണം അവിടെ ഇത്രയുണ്ട് പറഞ്ഞ് കൊടുക്കണതിനാ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പത്രം വാങ്ങി ഒരെണ്ണം വയ്ക്കി എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിയുള്ള പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ വേറെ കൊടുക്കും. അപ്പോൾ ഞാനിതിനെ ആലോചിച്ചു, ഇനിയിപ്പോൾ പത്രം വാങ്ങിച്ചാൽ ഞാൻ ആശുപത്രി ചെയ്യുന്നില്ല, ഞാൻ അറിയാത്തവർക്ക് കൊടുക്കണം എന്നുള്ളതിൽ അച്ഛൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെയും കാണുമ്പോൾ നിങ്ങൾ ചേട്ടൻ്റെ വീട് എവിടെയാണ് അതൊക്കെ അന്വേഷിച്ച് അവർ ഒരുപാട് ദൂരമാണെങ്കിൽ അവിടെ കൃപാസനത്തെ പറ്റി അറിയോ. അപ്പോൾ അങ്ങനെ അറിയാത്ത ഭാഗത്തൊക്കെ ഞാൻ പോയി, എത്ര ദൂരമാണെങ്കിലും അവിടെ പോയി ബസ് ഇറങ്ങി അവിടെ നിന്ന് നടന്ന് വീടുകളിൽ കൊടുത്ത് കടകളിലായിട്ടാണ് കൊടുത്ത് അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ രോഗികളെ കാണാനായിട്ട് ഞാൻ പോകാറുണ്ട്. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ മാസത്തിൽ ഞാൻ പോകും രോഗികളെ കാണാൻ. ആ സമയത്ത് ഒരു അമ്മച്ചിക്ക് ഷുഗർ കൂടിയിട്ട് ബോധമില്ലാതെ കിടക്കണു, മോള് നിന്ന് കരയണു. എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മയ്ക്ക് ഷുഗർ കൂടിയതാ, ബോധമില്ല കിടക്കുക. അപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ ചോദിച്ചപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ പറഞ്ഞു. ഞാൻ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചു. ഞാനങ്ങനെ ഈ കാശിരവും വെച്ച് തൈലം തേച്ച്
വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ അമ്മച്ചിയുടെ ബോധം തെളിഞ്ഞു. അപ്പോൾ അമ്മയുണ്ട്, പേടിക്കണ്ടാട്ടെ, നീ പേടിക്കൊന്നും വേണ്ട, അമ്മയുണ്ട്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരിക, അതുകൊണ്ട് അമ്മയുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തി വന്നു. എല്ലാ മാസവും ഞാൻ 2 പ്രാവശ്യമായിട്ട് പോകും. പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ ആ ചേട്ടന് ഇതുമാതിരി ഇവിടെ നിങ്ങളുടെ രക്തം ബ്ലോക്കായിട്ട് ഓപ്പറേഷൻ, 2 കാലിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അങ്ങനെ ഇനി 2 മാസം കിടക്കണമുണ്ട്, എന്നാലേ ഇത് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അതൊന്നും വേണ്ട ചേട്ടാ, അതൊക്കെ ശരിക്കും 2 ആഴ്ച കൊണ്ട് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം പോകും. വൈകുന്നേരം ഈ തൈലം എടുത്ത് കാശിരവും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എടുത്തിട്ട് വരും. അപ്പോൾ 1 ആഴ്ച കൊണ്ട് വാക്കറിൽ നടക്കാൻ തുടങ്ങിയ ആൾ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും ശരിക്കും വാക്കറൊന്നുമില്ലാതെ ചുമ്മാ നടക്കും. ഞാൻ എന്നാ പറഞ്ഞേ, നിങ്ങൾ എന്നാന്ന് വിചാരിച്ചിരിക്കണേ, കൃപാസന അമ്മനെ പറ്റി എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ, അവിടെ യേശുവും കൃപാസന അമ്മയും അവിടെ എന്നാന്ന് വിചാരിച്ച് ഏത് നാട്ടിൽ നിന്നൊക്കെ ജനങ്ങൾ വരുന്നതെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഇതിന് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചേട്ടനോട് പറയാറേ ഉള്ളൂ. പുള്ളിക്ക് ഒരു പുച്ഛമായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പോൾ ശരിയായി, നല്ല വിശ്വാസമായി. ഇപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അതുമാതിരി ഞാനിപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം എൻ്റെ ഇതായിട്ട് നമ്മൾ മൊബൈലിൽ നിന്ന് ഒക്കെ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ പിന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തനം, ഞാൻ ആദ്യം അനാഥാലയത്തേക്ക് പോയിട്ട് പൈസ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അത് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോരം കൊടുക്കാൻ പറ്റും, നമുക്ക് അത്രയ്ക്കുള്ള സാമ്പത്തികം ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് കൊടുക്കാൻ നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു 2-3 മാസം അങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആഹാരം ചോറ് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ചു ചോറ് വെച്ച് ഞാൻ പൊതിയായിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ, അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് പൊതി കൊടുക്കുമ്പോൾ വെച്ചാൽ പകുതി പള്ളി കളയും. അതൊന്ന്. രണ്ടാമത്തത് ഈ പകുതി നമുക്ക് പൊതിയാനും ഒക്കെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പൊതിഞ്ഞ് എല്ലാം കൂടി സമയത്തിന് കൊടുക്കാനാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇത് ചോറ് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ച് ചോറ് വെച്ച് കൊടുക്കണമെങ്കിൽ അപ്പോഴും വേണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി കൃപാസനത്തേക്ക് വരികയായിരുന്നു. ചേച്ചി നിങ്ങൾ എനിക്ക് ഒന്ന് സഹായം ചെയ്യാമോ, ഇതിങ്ങനെ ഞാനിങ്ങനെ ചെയ്യേണ്ടത്, ചോറ് വെച്ച് കൊടുക്കണം, മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ കൊടുക്കാനേ പറ്റുള്ളൂ, ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്, നമുക്ക് ചേച്ചി വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ, പൈസയൊന്നും മുടക്കണ്ട, ഞാൻ മുടക്കിയോളാം, ഹെൽപ്പ് ചെയ്യാമെന്ന് കൂടാവോ ചോദിച്ചു. അത് വേണ്ട, നമുക്ക് 2 പേരും കൂടെ ഷെയർ കൂടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങളെന്നാൽ ഷെയർ ആകും, ഈ പ്രാവശ്യം ഞാൻ മാത്രം പറ്റോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ 10-60 പേർക്ക് ഞങ്ങൾ 2 പേരും കൂടി ചോറ് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആശുപത്രിയിൽ പോയിട്ട് ക്യാൻസർ രോഗി വാർഡിൽ പറഞ്ഞ് അവിടെ പോയി അവർക്കൊക്കെ വിളമ്പി കൊടുത്ത് ഇന്നലെയായിരുന്നു ഈ മാസത്തെ കൊടുത്തത്. അങ്ങനെ എല്ലാ മാസവും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും നമ്മുടെ ജോസഫച്ചന് നമ്മൾക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ജോസഫച്ചൻ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ജോസഫച്ചനെ ഒരൊറ്റ ആളായിട്ടാണെന്ന് ഓർക്കണം. എല്ലാവരും ജോസഫച്ചന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും നമ്മൾ ജോസഫച്ചൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എല്ലാവരും ഓർക്കണം.